وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. രണ്ടാമത്തെ ഹദീസാണ് ഈ അധ്യായത്തിലെ. ഒന്നാമത്തെ അധ്യായം അതിലെ ഒന്നാമത്തെ ഹദീസാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചത്. രണ്ടാമത്തെ ഹദീസാണ് ഇത്. ഈ അധ്യായം ബാബുൽ ഇഖ്ലാസ് വ ഇഹ്ദാറുൻ നിയ്യ എന്ന് പറഞ്ഞ അധ്യായമാണ്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. രണ്ടാമത്തെ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു അബ്ദില്ലാഹി ആയിഷ റളിയല്ലാഹു അൻഹ. കഴിഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ വായിച്ചപ്പോൾ കുറേ സംഗതികൾ പറഞ്ഞല്ലോ, ഇസ്ലാമികമായ മര്യാദകൾ. അബൂ ഹഫ്സ് അൻ അമീറിൽ മുഅ്മിനീൻ. നമ്മൾ പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ എന്നെങ്ങനെയാണ് പേര് കിട്ടിയത്. അതേപോലെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ വാചകം ഉമ്മിൽ മുഅ്മിനീൻ, അവിടെ അമീറിൽ മുഅ്മിനീൻ, ഇവിടെ ഉമ്മിൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ ഉമ്മുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് ചരിത്രം, ഇസ്ലാമിക ചരിത്രം വിളിക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഉമ്മ് എന്നതിൻ്റെ ബഹുവചനമാണ് ഉമ്മഹാത്ത്. വിശ്വാസികളുടെ മാതാക്കൾ എന്നാണ് വിളിക്കുന്നത്. ആ പേരാണ് ആദ്യം കൊടുത്തത്, അൻ ഉമ്മിൽ മുഅ്മിനീൻ. രണ്ടാമത്തേത് കണ്ടോ, ഉമ്മി അബ്ദില്ലാ. ഞാൻ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അബൂ ഹഫ്സ് എന്നാണ് വിളിക്കുക, അബൂ ഹഫ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതുപോലെ സ്ത്രീകളെയും അറബികളുടെ സ്വഭാവമനുസരിച്ചും ഇസ്ലാമിക മൂല്യമനുസരിച്ചും പേര് വിളിക്കുന്നതിന് പകരം ഉമ്മു ചേർത്തി, മക്കളുണ്ടെങ്കിൽ, മൂത്ത മക്കളുണ്ടെങ്കിൽ ആ മക്കളിലേക്ക് ചേർത്തി വിളിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ മര്യാദ. പ്രത്യേകിച്ച് സ്ത്രീകൾ. ഒരു സ്ത്രീയുടെ പേര്, സ്ത്രീയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീ എന്നത് ഔറത്താണ്, അഥവാ മറച്ചു വെക്കേണ്ടതാണ്. ആണ് സ്ത്രീയുടെ ഇസ്ലാമിൻ്റെ പ്രത്യേകത. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴിച്ചിടേണ്ടതല്ല, പരസ്യമാക്കേണ്ടതല്ല എന്നതാണ്. മറച്ചു വെക്കേണ്ടത്. സ്ത്രീയുടെ പേര് പോലും മറച്ചു വെക്കേണ്ടതാണ് സാധിക്കുമെങ്കിൽ. എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഹാജർ അല്ലെങ്കിൽ ഞാൻ സൈനബ് എന്ന് പറയുന്നതിന് പകരം ഇസ്ലാമികമായ രീതിയും മര്യാദയും നിങ്ങളുടെ കുട്ടികളുടെ പേര് ചേർത്തി പറയുന്നതാണ്. ഉമ്മു ഉമർ, ഉമ്മു അബ്ദല്ല, ഉമ്മു ഐമൻ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ രീതി. അത് നമ്മൾ ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുപോലും എന്താണ്, മറച്ചു വെക്കുകയാണ് ഇസ്ലാമിൻ്റെ രീതി. മുസ്ലിമീങ്ങൾ അങ്ങനെ ആയിരിക്കണം. അതാണ് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു അബ്ദില്ലാഹി ആയിഷത റളിയല്ലാഹു അൻഹ. ആയിഷയുടെ പേരെല്ലാവർക്കും അറിയാം, ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമികമായി നമ്മൾ നേരത്തെ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരുപാട് ഉപ്പമാരുടെ പേര് ചേർത്ത് പറഞ്ഞല്ലോ അല്ലേ. അങ്ങനെ അതിൽ നമ്മൾ പറഞ്ഞു ഇൽമുൻ നസബിനെ കുറിച്ച് പറഞ്ഞു. ഇൽമുൻ നസബ് അഥവാ കുടുംബശാസ്ത്രം, കുടുംബജ്ഞാനം, ഉപ്പയുടെ ഒക്കെ പേര് അത് മനസ്സിലാക്കി വെക്കുക എന്നത് ഒരു ഇസ്ലാമികമായ മര്യാദയിൽപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ആയിഷ ബിൻത് അബീബക്കർ എന്ന് പറയാതെ ഉമ്മു അബ്ദില്ലാഹി ആയിഷത റളിയല്ലാഹു അൻഹ എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, സ്ത്രീകളുടെ പേര് പറയുമ്പോൾ ഉപ്പയുടെ പേരിലേക്ക് ചേർത്ത് പറയണം. ഒരുപാട് സ്ഥലത്ത് ആയിഷ ബിൻത് അബീബക്കർ എന്ന് കാണാം. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം കുഞ്ഞത്തിനാണ്, അഥവാ ഉമ്മു അബ്ദല്ല എന്ന് ചേർത്ത് പറയുന്നതിനാണ്. മനസ്സിലായല്ലോ. ഉമ്മു അബ്ദില്ലാഹി ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത്, അവർ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നേരത്തെ ആദ്യത്തെ ഹദീസിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു?
അല്ല. ഈ ഖാല റസൂലുള്ളാഹി എന്നുള്ളതിന് പകരം എന്താ പഠിച്ചത്? സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് എന്തും സമിഅ്തു റസൂൽ. അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതാണ്. ഇവിടെയോ റസൂലുള്ള പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുക. രണ്ടും ഒരേ പ്രാധാന്യമാണ് വിഷയത്തിനുള്ളത് എന്നർത്ഥം. സഹാബികൾ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതും റസൂലുള്ള സഹാബികളുടെ സന്നിധിയിൽ വെച്ച് പറഞ്ഞത് സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നതും രണ്ടും എന്താണ്? ഒരേപോലെയാണ്. അപ്പോൾ നിങ്ങൾ ഹദീസ് വായിക്കുമ്പോൾ ചില സ്ഥലത്ത് സമിഅ്തു റസൂലല്ലാഹി എന്ന് കാണാം, ചില സ്ഥലത്ത് ഖാല റസൂലുള്ളാഹി എന്നും കാണാം. മനസ്സിലായല്ലോ? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സു ജയ്ഷുൻ അൽ കഅബത. യഗ്സു ജയ്ഷുൻ അൽ കഅബത. പുസ്തകമുള്ള ആളുകളുണ്ടെങ്കിൽ, പുസ്തകം നോക്കി ക്ലാസ് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ കഅബത എന്ന് കഴിഞ്ഞിട്ടൊരു കോമ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് മാതിരിയൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും. യഗ്സു ജയ്ഷുൻ അൽ കഅബത. ഗസ യഗ്സു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യും എന്നാണ്. ഗസ്വത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗസ്വത്ത് ബദർ എന്നൊക്കെ പറയും. ബദർ യുദ്ധത്തിനെ കുറിച്ച് അത് ഈ യഗ്സു എന്നതിൽ നിന്ന് വന്നതാണ്. യഗ്സു ജയ്ഷുൻ, ഒരു സൈന്യം യുദ്ധം ചെയ്യും, ആക്രമിക്കും. അൽ കഅബത, കഅബയെ. ജയ്ഷ് എന്ന് പറഞ്ഞാൽ സൈന്യമാണ്. യഗ്സു ജയ്ഷുൻ അൽ കഅബത, ഒരു സൈന്യം കഅബയെ ആക്രമിക്കും. ഫഇദാ കാനൂ ബിബൈദാഅ മിനൽ അർദ്. ഫഇദാ കാനൂ, അങ്ങനെ അവർ ആയാൽ, ബിബൈദാഅ, ബൈദാഇൽ ആയാൽ. ബൈദ എന്ന് പറഞ്ഞാൽ ഇസ്മു മൗദിഇൻ ബൈന മക്ക വൽ മദീന. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണെന്ത്? ഒരു സ്ഥലമാണ് ബൈദ. അങ്ങനെ അവർ ബൈദായിലായാൽ, ബൈദായിലെത്തിയാൽ, ഫഇദാ കാനൂ ബിബൈദാഅ മിനൽ അർദ്, ഭൂമിയിലുള്ള ബൈദായിൽ അവർ എത്തിയാൽ, യുഖ്സഫു ബി അവലിഹിം വ ആഖിരിഹിം. ഖസഫ എന്താ? വിഴുങ്ങി എന്നാണ്. യുഖ്സഫു, വിഴുങ്ങപ്പെടും. ഖസഫ, ഖുസിഫ, മജ്ഹൂല് എന്ന് പറയും അറബി ഭാഷയിൽ. അഥവാ അതിൻ്റെ ഫായിലിന് കർത്താവ് ഇല്ല, അതാണ് യുഖ്സഫു, വിഴുങ്ങപ്പെടും. വിഴുങ്ങുമെന്നല്ല, വിഴുങ്ങുമെന്ന് പറഞ്ഞ ആളുണ്ടാകണം. യുഖ്സഫു, വിഴുങ്ങപ്പെടും. ബി അവലിഹിം വ ആഖിരിഹിം, അവരിൽ ആദ്യാവസാനമുള്ളവർ. അവൽ എന്ന് പറഞ്ഞാൽ ആദ്യം, ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം. ബി അവലിഹിം വ ആഖിരിഹിം, ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ സൈന്യത്തിലുള്ള എല്ലാവരും വിഴുങ്ങപ്പെടും. കാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, അവർ എന്ന് പറഞ്ഞാൽ ഐഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ യുഖ്സഫു ബി അവലിഹിം വ ആഖിരിഹിം. കൈഫ യുഖ്സഫു ബി അവലിഹിം വ ആഖിരിഹിം, എങ്ങനെയാണ് ആദ്യാവസാനമുള്ളവർ വിഴുങ്ങപ്പെടുക അല്ലെങ്കിൽ ആഴ്ത്തപ്പെടുക? ആഴ്ത്തപ്പെടുക, എല്ലാവരും എങ്ങനെയാണ് വിഴുങ്ങപ്പെടുക? കൈഫ യുഖ്സഫു ബി അവലിഹിം വ ആഖിരിഹിം. വഫീഹിം അസ്വാഖുഹും, അവരിൽ അസ്വാക്കുകളുണ്ടല്ലോ. അസ്വാക്ക്, സൂക്ക് എന്നാണ് അസ്വാക്ക് ഉണ്ടായത്. സൂക്ക് എന്ന് പറഞ്ഞാൽ അങ്ങാടി, കച്ചവടം എന്നൊക്കെയാണ്. അസ്വാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കച്ചവടക്കാരാണ്. വഫീഹിം അസ്വാഖുഹും, അവരിൽ കച്ചവടക്കാരുണ്ടല്ലോ. വമൻ ലൈസ മിൻഹും, വമൻ ലൈസ മിൻഹും, അവരിൽ പെടാത്തവരും. മൻ ലൈസ മിൻഹും, അവരിൽ എന്ന് പറഞ്ഞാൽ ആ ജയ്ഷിൽ, ആ സൈന്യത്തിൽ പെടാത്തവരും ഉണ്ടല്ലോ. എങ്ങനെയാണ് എല്ലാവരെയും വിഴുങ്ങുക?
കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം വഫീഹിം അസ്വാഖുഹും. എങ്ങനെയാണ് ആദ്യാവസാനമുള്ള എല്ലാവരെയും വിഴുങ്ങുക? അവരിൽ കച്ചവടക്കാരുണ്ടല്ലോ, വമൻ ലൈസ മിൻഹും, അവരിൽ പെടാത്ത അഥവാ സൈന്യത്തിൽ പെടാത്തവരും ഉണ്ടല്ലോ. ഖാല, പറഞ്ഞു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. ആദ്യാവസാനമുള്ള എല്ലാവരും ആഴ്ത്തപ്പെടും. എല്ലാവരും ആഴ്ത്തപ്പെടും, വിഴുങ്ങപ്പെടും. സുമ്മ, പിന്നീട് യുബ്അസൂന, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ബഅസ, ബഅസ് അറിയാലോ, ബഅസ്. ഖാലു മൻ ബഅസന മിൻ യാ വൈലന മൻ ബഅസന, സൂറത്ത് യാസീനിൽ പഠിച്ചാൽ മൻ ബഅസന മിൻ മർഖദിന, ആരാണ് ഞങ്ങളെ. സുമ്മ യുബ്അസൂന, പിന്നീട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അലാ നിയ്യാതിഹിം, അവരുടെ നിയ്യത്ത് അനുസരിച്ച്. സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം, പിന്നീട് അവരുടെ നിയ്യത്ത് അനുസരിച്ച് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. എന്താണ് വിഷയം? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സു ജയ്ഷുൻ അൽ കഅബത, ഒരു സൈന്യം കഅബയെ ആക്രമിക്കും. കഅബ എന്ന് പറഞ്ഞാൽ മക്കയിലെ കഅബയാണ് ഉദ്ദേശം, വേറെ കഅബല്ലല്ലോ. അൽ കഅബ എന്ന് പറഞ്ഞാൽ ആ കഅബയാണ്, മക്കയിലെ കഅബയാണ്. കഅബ നമുക്കറിയാം അള്ളാഹുവിൻ്റെ ബെയ്ത്താണ്. എന്ത്? കഅബ. ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമുമാണ് കഅബയെ പണിയിച്ചത്, അറിയാലോ. പണിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ വചനത്തിൽ കാണാം, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ്. അഥവാ കഅബ പ്രാർത്ഥനയോടൊപ്പം ഉണ്ടായതാണ്, വെറുതെ ഉണ്ടായതല്ലെന്നർത്ഥം. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം ഈ കഅബയെ നശിപ്പിക്കാൻ യമനിൽ നിന്നുള്ള ഒരു രാജാവ് ഒരിക്കൽ ശ്രമിച്ചു. അറിയാലോ കഥ, അബ്രഹത്തിനെ കുറിച്ച്. വലിയ സൈന്യവുമായാണ് അബ്രഹത്ത് വന്നത്. സൈന്യത്തിൻ്റെ മുൻനിരയിലുണ്ടായത് ആനകളായിരുന്നു. ആനയെ അന്ന് അറബ് ലോകത്തിന് പരിചയമുണ്ടായിരുന്നില്ല. യുദ്ധത്തിന് ആനകളെ ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. അത്രയും വലിയ സൈന്യമായിരുന്നു എന്നർത്ഥം, പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സൈന്യം. അവരുദ്ദേശിച്ചത് കഅബയെ നശിപ്പിക്കാനായിരുന്നു. അവർ കഅബയോടടുത്തെത്തി. കഅബയുടെ അടുത്ത് മുഹമ്മസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മുഹമ്മസിലെത്തിയപ്പോൾ അവരുടെ മുൻനിരയിലുണ്ടായിരുന്ന ആന മുമ്പോട്ട് പോകാൻ എത്ര അവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അത് മുമ്പോട്ട് പോയില്ല. അതാണ് സംഭവം. എന്തൊക്കെ അവർ ചെയ്തിട്ടും മുമ്പോട്ട് പോയില്ല. തിരിച്ചാലോ, ആനയെ അവർ തിരിച്ചു നോക്കി. അവർ വന്ന വഴിയിലേക്ക് തിരിച്ചു നോക്കി. അപ്പോൾ ആന ഭയങ്കര സ്പീഡിൽ പോകും. കഅബയുടെ ഭാഗത്തേക്ക് തിരിച്ചാലോ ആന പോവില്ല, അവിടെ നിൽക്കും. അതായിരുന്നു ആ സംഭവം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹുദൈബിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായിരുന്നല്ലോ ഖസ്വ, അറിയാലോ. അന്ന് ഹുദൈബിയ സമയത്ത് നബിയുടെ ഒട്ടകം ഇതേപോലെ മുമ്പോട്ട് പോകാതെ നിന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അപ്പോൾ സഹാബികളൊക്കെ പറഞ്ഞു, ഖലഅത്തിൽ ഖസ്വ, ഖലഅത്തിൽ ഖസ്വ, ഖസ്വ മുമ്പോട്ട് പോകുന്നില്ല, അത് മോട്ട് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് സഹാബികൾ പറഞ്ഞു. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞു, മാ ഖലഅത്തിൽ ഖസ്വ വമാ ദാക ലഹാ ബിഖുലുഖിൻ. ഖസ്വ മോട്ട് കാണിച്ചിട്ടില്ല. ഖസ്വ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ വാഹനമാണ്. അത് മോട്ട് കാണിച്ചിട്ടില്ല, അത് അതിൻ്റെ സ്വഭാവമല്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത അതായിരുന്നു. നോക്കി നിങ്ങൾ, നബിയുടെ ഒട്ടകത്തെക്കുറിച്ച് ആളുകളൊരു ആക്ഷേപം പറഞ്ഞിട്ട് അതുപോലും റസൂലുള്ള സഹിച്ചില്ല. റസൂലുള്ളാഹിക്ക്
പിന്നല്ലേ മുസ്ലിമീങ്ങളെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞ സഹിക്കുക. നബിയുടെ ഖസ്വാഇനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ സഹാബികൾ. അത് ആ അബ്രഹത്തിൻ്റെ ആനക്ക് സംഭവിച്ചതാണ് റസൂലുള്ളാഹിൻ്റെ ഖസ്ബാഇന് സംഭവിച്ചത് എന്ന ധ്വനിയിലാണ് അവിടെ സംസാരമുണ്ടായത്. റസൂലുള്ള സമ്മതിച്ചില്ല. റസൂലുള്ള പറഞ്ഞു മാ ഖലഅത്തിൽ ഖസ്വ വമാ ദാക ലഹാ ബിഖുലുഖിൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സംഭവം. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ളുൽമ സഹിക്കൂല റസൂലുള്ളാഹിക്ക് ആരോടായാലും. അത് റസൂലുള്ളാഹിൻ്റെ ബഹീമത്താണ്, ഒട്ടകമാണ്, മൃഗമാണ്. എന്താ അപ്പോൾ ഇതിനെന്തെയൊന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ഒന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹിക്ക് അതെന്തല്ല സഹിക്കൂല. റസൂലുള്ള പറഞ്ഞ വാചകമാണ് മാ ഖലഅത്തിൽ ഖസ്വ വമാ ദാക ലഹാ ബിഖുലുഖിൻ. എന്നിട്ട് റസൂലുള്ള ചേർത്ത് പറഞ്ഞു വലാകിൻ ഹബസഹ ഹാബിസുൽ ഫീൽ. ഹബസഹ ഖസ്വാഇനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ആരറിയോ? ഹാബിസുൽ ഫീൽ. അന്ന് ഫീലിനെ തടഞ്ഞു നിർത്തിയത് ആരാണോ അവൻ. ആരാ? അല്ലാഹു തആല. മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കത്തിൽ ഈ കഅബയെ അന്ന് ആക്രമിക്കാനുള്ള സംഭവമുണ്ടായി. കഅബയുടെ നേർക്ക് ഈ മുഹമ്മസ് എന്ന സ്ഥലത്ത് വെച്ച് ഈ കഅബയുടെ നേർക്ക് കൊണ്ടുവന്ന ആനകൾ മുഴുവൻ അവിടെ നിന്നു, മുമ്പോട്ട് പോയില്ല. അങ്ങനെ മുഹമ്മസിലെത്തി അവരിങ്ങനെ ആനയെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല അവരെ അവിടെ തടഞ്ഞു വെച്ചു. എന്നിട്ട് സൂറത്തുൽ ഫീൽ പറയുന്നത് പോലെ ഫർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അയച്ചു. ആ പക്ഷികളുടെയൊക്കെ ചിറകുകളിൽ ഒരു തരം പക്ഷികളുടെയൊക്കെ കാലുകളിൽ ഇറുക്കിയിരുന്നു ഒരു തരം ചെറിയ കല്ല്. ആ കല്ല് അവർ ഓരോന്നോരോന്നായി ഇങ്ങനെ ഭൂമിയിലേക്ക് ഇട്ടു. അപ്പോൾ ഫജഅലഹും കഅസ്ഫിൻ. അതാണ് കഅബയെ ആക്രമിച്ച ഒരു സംഭവം ചരിത്രത്തിലുള്ളത്. മനസ്സിലായില്ലേ? റസൂൽ ഇവിടെ പറയുന്നത് എന്താ? യഗ്സു ജയ്ഷുൻ അൽ കഅബത. ഇനി വരാനുണ്ട് ഒരു സംഭവം നടത്തും. ഒരു സംഭവം വരാനുണ്ട്. എപ്പോഴായിരിക്കും അറിയില്ല. എങ്ങനെയായിരിക്കും അതും അറിയില്ല. പക്ഷെ ഒരു സംഗതി ഉണ്ട് റസൂൽ പറയുന്നത്. എന്താ? ഫഇദാ കാനൂ ബിബൈദാ മിനൽ അർദ്. ഭൂമിയിലെ ബൈദാ എന്ന സ്ഥലത്ത് ഈ സൈന്യം എത്തിക്കഴിഞ്ഞാൽ, ബൈദാ എന്ന് ഞാൻ പറഞ്ഞു മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണെന്ത്? ബൈദാ. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു സ്ഥലത്ത് വിവരിക്കുന്നുണ്ട്. ഇന്ന ഖൗമൻ യഗ്സൂനൽ ബൈത്ത് ഫഇദാ നസലു ബിൽ ബൈദാ. ഒരു സമൂഹം യഗ്സൂനൽ ബൈത്ത്, അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബയാണ്, കഅബയെ ആക്രമിക്കും. ഫഇദാ നസലു ബിൽ ബൈദാ, ബൈദാ എന്ന സ്ഥലത്ത് അവർ എത്തിക്കഴിഞ്ഞാൽ ബഅസല്ലാഹു ജിബ്രീൽ, അല്ലാഹു ജിബ്രീലിനെ അയക്കും. വയഖൂൽ, എന്നിട്ട് പറയും യാ ബൈദാ അബീദീഹിം, അല്ലയോ ബൈദാഎ അബീദീഹിം. ബൈദാ എന്നുള്ള പദത്തിന് നശിപ്പിച്ചു എന്നർത്ഥം കേട്ടോ. അല്ലാഹു ആലം എങ്ങനെയാണ് ആ ആശയമുള്ള പദം ആ സ്ഥലത്തിന് വന്നത് എന്നത് അള്ളാഹുവാണല്ലോ അതൊക്കെ നിർണയിച്ചതും നിശ്ചയിച്ചതും. അവിടെ വെച്ച് പറയുകയാണ് യാ ബൈദാ അബീദീഹിം. അബീദീഹിം എന്ന് പറഞ്ഞാൽ അഹ്ലിക്കീഹിം, അല്ലയോ ബൈദാ അവരെ അങ്ങ് നശിപ്പിച്ച് കളയ് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, നശിപ്പിച്ച് കളയ് എന്ന് പറയും. അപ്പോൾ ഫയുഫ്സഹു ബിഹിം, ആ ബൈദാ അവരെ എന്ത് ചെയ്യും? അങ്ങ് വിഴുങ്ങിക്കളയും. അള്ളാഹു അവരെ എന്ത് ചെയ്യും? ആഴ്ത്തിക്കളയും. ഇതാണ് റസൂലുള്ള സംഭവം പറഞ്ഞത്. ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു യാ റസൂലല്ലാഹ് കൈഫ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം വഫീഹിം അസ്വാഖുഹും. കൈഫ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം. എങ്ങനെയാണ് റസൂലെ ആദ്യാവസാനമുള്ള ആ സൈന്യം മൊത്തത്തിൽ, അതാണ് എന്ത് ബി അവലിഹിം, മൊത്തത്തിൽ അവരെ എങ്ങനെയാണ് അങ്ങ് വിഴുങ്ങുക? എങ്ങനെയാണ് അങ്ങനെ അങ്ങ് ആഴ്ത്തിക്കളയുക? എന്താ കാരണം? വഫീഹിം അസ്വാഖുഹും, എല്ലാവരെയും അങ്ങനെ ആഴ്ത്താൻ പറ്റുമോ? വഫീഹിം അസ്വാഖുഹും, അവരുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്,
ഈ അസ്വാഖുഹും എന്ന പദത്തിൽ നിന്ന് ഈ ഹദീസിനെ ഷറഹ് ചെയ്ത മുഫസ്സിറുകൾ മനസ്സിലാക്കുന്നത് ഷെയ്ഖ് ഉസ്മൈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഫീ ഹാദാ ദലീലുൻ അലാ അന്നഹും ജയ്ഷുൻ അലീം. സൈന്യത്തിൻ്റെ കൂടെ കുറേ കച്ചവടക്കാർ, അവർക്ക് സാധനങ്ങൾ കൊടുക്കാനുള്ള കച്ചവടക്കാർ, ഷോപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ചായ കൊടുക്കാനുള്ള സാധനങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ സൈന്യം എന്തായിരിക്കും? ജയ്ഷുൻ അലീം, വലിയ സൈന്യമായിരിക്കും, ഭയങ്കര സൈന്യമായിരിക്കും. വലിയ സൈന്യമാകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുക. പാൻട്രിയൊക്കെ ഒന്നിച്ചാണ് എന്ത് സൈന്യത്തിൻ്റെ കൂടെ പോകണമെന്ന് അർത്ഥം, എല്ലാം ഉണ്ട് എന്നർത്ഥം. ലിഅന്ന മഅഹും അസ്വാഖുഹും ലിൽ ബൈഇ വശിറാഇ വഗൈരി ദാലിക്. കാരണം അവരുടെ കൂടെ ഒരു ചന്ത തന്നെ പോവുകയാണ്, ഒരു മാർക്കറ്റ് തന്നെ അവരുടെ കൂടെ അങ്ങോട്ട് പോവുകയാണ്, വാങ്ങാനും വിൽക്കാനും ഒക്കെ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ജയ്ഷ് എന്താണ്? ജയ്ഷുൻ അലീം, ഭയങ്കര സൈന്യമാണ്, വലിയ സൈന്യമായിരിക്കും എന്നർത്ഥം. അപ്പോൾ വഫീഹിം അസ്വാഖുഹും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ആ സൈന്യത്തിൻ്റെ വലുപ്പത്തെയാണത് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? വഫീഹിം അസ്വാഖുഹും. പിന്നെയോ കച്ചവടക്കാർ ഇത് അറിയില്ലല്ലോ. കച്ചവടക്കാർക്കറിയോ സൈന്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അറിയില്ല. സൈന്യത്തിൻ്റെ ഉദ്ദേശമോ ലക്ഷ്യമോ വെളിപ്പെടുത്തുകയില്ലല്ലോ. സാധാരണ കച്ചവടക്കാർ അതിൻ്റെ കൂടെ ഇങ്ങനെ കടലിൽ വിറ്റ ഒരാൾ പോകുന്നുണ്ടെന്ന് വെക്കുക, അയാൾക്കറിയില്ലല്ലോ, അറിയില്ല. അറിയാത്ത, കഅബയെ ആക്രമിക്കാനാണ് ഈ സൈന്യം പോകുന്നത് എന്നറിയാത്ത ഈ പാവപ്പെട്ട കച്ചവടക്കാരെ എന്തിനാ ആഴ്ത്തുന്നതെന്ന ആരെ ചോദ്യം? മനസ്സിലായില്ലേ? അതാ ചോദ്യം. എങ്ങനെയാണ് അവരെ ആഴ്ത്തുക? അവരുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടല്ലോ. പിന്നെ വമൻ ലൈസ മിൻഹും, അവരിൽ പെടാത്തവർ എന്ന് വെച്ചാൽ ആ സൈന്യത്തിൽ പെടാത്തവർ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇവരുടെ പ്ലാൻ അറിയാതെ ഇവരുടെ പിന്നാലെ ഇങ്ങനെ കൂടിയ കുറേ ആൾക്കാരുണ്ടെന്നർത്ഥം. ഈ ജയ്ഷിൻ്റെ, ഈ സൈന്യത്തിൻ്റെ പ്ലാൻ അറിയാതെ അവരുടെ പ്ലാൻ ചീത്തയാണല്ലോ, അവരുടെ ഉദ്ദേശം ചീത്തയാണല്ലോ. ആ ചീത്ത ഉദ്ദേശം അറിയാതെ അവരുടെ കൂടെ കൂടിയവരും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു വലിയ സമൂഹം അങ്ങനെ പോകുന്നുണ്ടപ്പോൾ കുറേ ആൾക്കാർ അതിന് പിന്നാലെ എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി. അവർക്ക് ഇവരുടെ ലക്ഷ്യമൊന്നുമില്ല. അവരുടെ ലക്ഷ്യം കാബ പൊളിക്കല. കാബ പൊളിക്കുക എന്ന മോശമായ ലക്ഷ്യം അവർക്കില്ല. അങ്ങനെയാകുമ്പോൾ ഒന്നിച്ച് വിഴുങ്ങിക്കഴിഞ്ഞാൽ അവരും നശിക്കൂലേ റസൂലേ എന്നാണ് ആരുടെ ചോദ്യം? ആയിഷ ബീവിയുടെ ചോദ്യം. അതൊരു ന്യായമല്ലല്ലോ എന്ന രൂപത്തിലാണ് റസൂൽ മറുപടി പറഞ്ഞു, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? അതെ, ആദ്യാവസാനം ഉള്ള എല്ലാവരും എന്താകും? ആഴ്ത്തപ്പെടും, എല്ലാവരും വിഴുങ്ങപ്പെടും, എല്ലാവരും അവിടെ എന്ത് ചെയ്യും? നശിക്കും എന്നർത്ഥം. ആഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് എന്ത് ചെയ്യാണ്? ആഴ്ത്തുകയാണ്. മറ്റേ ഖാറൂനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പദമാണ് ഖസഫ. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ. അവനെയും അവൻ്റെ വീട്ടിനെയും അവൻ്റെ എല്ലാം കൂടി നാം എന്താക്കി? ആഴ്ത്തി എന്ന് പറഞ്ഞ ഖസഫ, ആഴ്ത്തപ്പെടും. അതേ പദമാണെന്ത് ഈ സ്ഥലത്തും ഉപയോഗിച്ചത്, ഖസഫ എന്ന പദം. ഓക്കെ. യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. എല്ലാവരും ആഴ്ത്തപ്പെടും. കച്ചവടക്കാരുണ്ടാകാം, ഇവരുടെ പ്ലാൻ അറിയാതെ ഇവരുടെ കൂടെ പിന്നിൽ പോകുന്ന ആളുകളുണ്ടാകാം. എല്ലാവരെയും എന്ത് ചെയ്യും? ആഴ്ത്തപ്പെടും. സുമ്മ യുബ്അസൂന യൗമൽ ഖിയാമത്തി അലാ നിയ്യാതിഹിം. ചില റിവായത്തുകളിൽ യൗമൽ ഖിയാമത്തി എന്നുണ്ട്. സുമ്മ യുബ്അസൂന, പിന്നീട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതെപ്പോഴാ? യൗമൽ ഖിയാമത്തിൽ. മനസ്സിലായില്ലേ? ഇതോടുകൂടി എല്ലാവരും അവിടെ എന്ത് ചെയ്യും? നശിക്കും. എല്ലാവരും നശിക്കും. പക്ഷെ പിന്നെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും യൗമൽ ഖിയാമത്തി, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, അലാ നിയ്യാതിഹിം, അവരുടെ, അതാണ് നമ്മളെ വിഷയം, അലാ നിയ്യാതിഹിം, അവരുടെ നിയ്യത്തനുസരിച്ച്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷയത്തിലേക്ക് ഇത് എത്തുന്നത് അവിടെയാണ്. മനസ്സിലായില്ലേ? ഈ ആളുകൾ കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് എന്തില്ല? കുറ്റുണ്ടാവില്ല. ഇതൊന്നും അറിയാതെ ഇതിൻ്റെ പിന്നാലെ പോകുന്നവരാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല? കുറ്റമുണ്ടാവില്ല. കാരണം എന്താ? സുമ്മ യുബ്അസൂന യൗമൽ ഖിയാമത്തി അലാ. പക്ഷേ ഒരു വിഷയമുണ്ട്. അതെന്താ? യുഖ്സഫു ബി അവ്വലിഹിം. ഒരു ഫിത്നയുടെ, ഒരു കുഴപ്പത്തിൻ്റെ, ഒരു അദാബിൻ്റെ സ്ഥലത്ത് കുറച്ച് നല്ല ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ച് അവിടെ എന്തുണ്ടാവില്ല? അദാബ് ഇല്ലാതിരിക്കൂല. അദാബ് അവർക്കിറങ്ങും.
പക്ഷേ അതിലുള്ള നല്ല ആൾക്കാർ സുമ്മ യുബ്അസൂന യൗമൽ ഖിയാമത്തി അലാ നിയ്യാതിഹിം. ഈ ഹദീസ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം അതാണ്. അഹ്ലുൽ ബാത്തിൽ, ബാത്തിലിൻ്റെ ആളുകളുടെ കൂടെ കൂടിയവർ, അക്രമത്തിൻ്റെ ആളുകളുടെ കൂടെ കൂടിയവർ, അവർ യഥാർത്ഥത്തിൽ ശിക്ഷയുടെ കാര്യത്തിൽ അവർ തുല്യരായിരിക്കും. ഭൗതികമായ ശിക്ഷയുടെ കാര്യത്തിൽ അവരെന്തായിരിക്കും? തുല്യരായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു അദാബ് വരാവുന്ന കടുപ്പമുള്ള ഒരു മഅസിയത്ത്, ഒരു തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് എന്ന് വെക്കുക. അവിടെ 4-5 നല്ല ആൾക്കാരുണ്ട്. ആ 4-5 നല്ല ആളുകളുണ്ട് എന്ന് വിചാരിച്ച് അവിടെ എന്ത് തെറ്റ് വരാണ്ടിരിക്കൂല, ആ ശിക്ഷ വരാണ്ടിരിക്കൂല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സൂറത്തു അൽ അൻഫാലിലെ 25-ാമത്തെ ആയത്ത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വത്തഖൂ ഫിത്ന, ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫിത്നയുള്ള സ്ഥലത്ത് നിങ്ങൾ പോകരുത്, ഫിത്നയുടെ കൂടെ നിങ്ങൾ ഉണ്ടാകരുത്. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, ആ ഫിത്നയുള്ളയിടത്ത് അക്രമം ചെയ്തവരെ മാത്രമായിട്ട് ആപത്ത് ബാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല ഉണ്ടാകുക. ആപത്ത് എല്ലാവരെയും ഒന്നിച്ചെന്ത് ചെയ്യും? ബാധിക്കും. ആപത്ത് എല്ലാവരെയും ഒന്നിച്ച് ബാധിക്കും. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അറിയുക അല്ലാഹു ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പം ശിക്ഷ എല്ലാവർക്കും വരും. പക്ഷേ സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം, നമ്മുടെ വിഷയം അതാണ്. നമ്മുടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. പക്ഷേ പിന്നീട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവരുടെ ഉദ്ദേശവും നിയ്യത്തുമൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിയ്യത്തിനെ എപ്പോഴും എന്താക്കണം? ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. നിയ്യത്ത് പ്രധാനമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ശിക്ഷയിൽ നിന്ന്, നോക്കൂ നിങ്ങൾ, ശിക്ഷ, ഭൗതികമായ ശിക്ഷയുടെ കാര്യത്തിൽ അവരെന്താണ്? തുല്യരാണ്. പക്ഷേ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിനെ കൂടെ അറിഞ്ഞുകൊണ്ട് കൂടിയതാണെങ്കിൽ അവരും ശിക്ഷയിൽ എന്തായിരിക്കും? തുല്യരായിരിക്കും. അതല്ല, അറിയാതെ പെട്ടുപോയതാണ്, സാധാരണ ഇതൊന്നും അറിയാത്തൊരു കച്ചവടക്കാരനാണെങ്കിൽ കുഴപ്പമില്ല എന്നർത്ഥം. നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട 2 കാര്യങ്ങളാണ് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഫിത്നയും ഫസാദുമുള്ള കേന്ദ്രങ്ങളിൽ നാം ഒരിക്കലും അവിടുത്തെ ആളുകളാകരുത്, അതിൻ്റെ ആളുകളാകരുത്. കാരണം ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചാണ് വരിക, അവരെ മാത്രം മാറ്റി നിർത്താൻ പറ്റുകയില്ല എന്നതാണ്. ഇതിൻ്റെ ചാർജ് കഴിഞ്ഞു തോന്നുന്നു. ഓക്കെ, അടുത്ത ഹദീസ്. وعن عائشة رضي الله عنها قالت قال النبي صلى الله عليه وسلم لا هجرة بعد الفتح جهاد ونية وإذا استنفرتم فانفروا متفق عليه ومعناه لا هجرة من مكة لأنها صارت دار إسلام. മൂന്നാമത്തെ ഹദീസ്. وعن عائشة رضي الله عنها قالت قال النبي صلى الله عليه وسلم لا هجرة بعد الفتح ولكن جهاد ونية وإذا استنفرتم فانفروا. അതാണ് മൂന്നാമത്തെ ഹദീസ്. ഈ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ആണ്. ഖാലത്ത്, അവർ പറഞ്ഞു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കുക, നമ്മൾ 3 ഹദീസ് വായിച്ചു, മൂന്നാമത്തെ ഹദീസാണ് വായിക്കണത്. 2 റിപ്പോർട്ട് ചെയ്തത് ആരാ? ആയിഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധമാണ് അത്. സുൽത്താൻ്റെ നാവിൽ നിന്ന് കൂടുതൽ ദീൻ പഠിക്കാൻ, കേൾക്കാൻ, അനുഭവപ്പെടാൻ സൗകര്യവും അതിനുള്ള അവസരവും കിട്ടി ആയിഷ റളിയല്ലാഹു അൻഹാക്ക് എന്നതാണ് അതിലെ വിഷയം.
وعن عائشة رضي الله عنها قالت قال النبي صلى الله عليه وسلم لا هجرة. എന്താ നബി പറയുന്നത്? ഹിജ്റ ഇല്ല, ഹിജ്റ ഇല്ല. ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി. കണ്ടല്ലോ അല്ലേ മൂന്നാമത്തെ? ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം ഹിജ്റ ഇല്ല. ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഫത്ഹ് മക്കയാണ്, വിജയം. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്, മനസ്സിലായില്ലേ? ഉദ്ദേശിച്ചത് ഫത്ഹ് മക്കയാണ്. അൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന അൽ ഫത്ഹ് ഏതായിരിക്കും? ഫത്ഹ് മക്കയായിരിക്കും. മക്ക വിജയം എന്ന് പറയും. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം ഹിജ്റ ഇല്ല. വലാക്കിൻ, പിന്നെന്താ ഉള്ളത്? ജിഹാദുൻ, ജിഹാദുണ്ട്. വ നിയ്യത്തുൻ, നിയ്യത്തുമുണ്ട്. ജിഹാദുണ്ട്, നിയ്യത്തുണ്ട്. എന്തില്ല? ഹിജ്റ ഇല്ല. വഇദസ്തുൻഫിർതും, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടാൻ ആവശ്യപ്പെട്ടാൽ, നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, ഫൻഫിറു, നിങ്ങൾ ജിഹാദിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടൂ. വഇദസ്തുൻഫിർതും ഫൻഫിറു. എന്താണ് ഹദീസ്? ഹദീസിലെ ഒന്നാമത്തെ വാചകം ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം എന്തില്ല? ഹിജ്റ ഇല്ല എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം. അവിടെ മഅനാഹു, കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ അവസാനത്തെ വരി നോക്കൂ, കണ്ടില്ലേ? മഅനാഹു, അതിൻ്റെ ആശയം ലാ ഹിജ്റത മിൻ മക്കത. എവിടുന്ന് ഹിജ്റ ഇല്ലെന്നാ? മക്കയിൽ നിന്ന് ഹിജ്റ ഇല്ല. എന്തിനു ശേഷം? ബഅദൽ ഫത്ഹി. മനസ്സിലായില്ലേ? കാരണം എന്താ? ലി അന്നഹ, നബവി റഹ്മത്തുള്ളാഹി കാരണം പറയുന്നു, ലി അന്നഹ, കാരണം സാറത്ത് ദാറ ഇസ്ലാം, മക്ക എന്തായി തീർന്നു? ഇസ്ലാം നാടായി തീർന്നു, ഇസ്ലാമിൻ്റെ നാടായി തീർന്നു. അപ്പോൾ മുസ്ലിം നാട്ടിൽ നിന്ന് എന്തില്ല? നമ്മൾ പറഞ്ഞല്ലോ എവിടുന്ന ഹിജ്റ ഉള്ളതെന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ഹിജ്റയുടെ 3 ഇനങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ എവിടുന്നാണ് ഹിജ്റ ഉള്ളത് എന്നും പറഞ്ഞു. ദാറുൽ ഇസ്ലാമിൽ നിന്ന് എന്തില്ല? പാടില്ല, ഹിജ്റ ഇല്ല. ദാറുൽ ഇസ്ലാമിൽ നിന്ന് ഹിജ്റ ഇല്ല, പോകാനേ പാടില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി എന്ന് വെച്ചാൽ ലാ ഹിജ്റത മിൻ മക്കത ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം മക്കയിൽ നിന്ന് എന്തില്ല? ഹിജ്റ ഇല്ല. മക്കയിൽ നിന്നാരും ഫത്ഹ് മക്കയ്ക്ക് ശേഷം, മക്ക വിജയത്തിന് ശേഷം ഹിജ്റ പോകാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ ബാത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് എന്തില്ല? മക്കയിൽ നിന്നാരും ഹിജ്റ പോകാൻ പാടില്ല. അതല്ലാതെ ലാ ഹിജ്റത ബഅദൽ ഫത്ഹി എന്ന് പറഞ്ഞാൽ ഫത്ഹ് മക്ക ആയി, ഇനി അതിന് ശേഷം തീരെ ഹിജ്റ ഇല്ല എന്നാരും മനസ്സിലാക്കരുത്. മനസ്സിലായില്ലേ? ഹിജ്റ ഉണ്ട്, പക്ഷെ എവിടുന്നില്ല? മക്കയിൽ നിന്നില്ല. മക്കയിൽ നിന്നില്ല എന്ന് പറഞ്ഞാൽ ദാറുൽ ഇസ്ലാമിൽ നിന്ന് എന്തില്ല? ഹിജ്റ. ഇസ്ലാമിക രാജ്യത്ത് നിന്ന് വേറെ ഒരു രാജ്യത്തേക്ക് ആരും എന്ത് ചെയ്യാൻ പാടില്ല? ഹിജ്റ പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? ശരി. അല്ലാത്ത ഹിജ്റ എന്ത് ചെയ്തിട്ടില്ല? നബി നിർത്തലാക്കിയിട്ടില്ല. അത് നമുക്ക് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ കാണാം. ലാ തൻഖതിഉൽ ഹിജ്റ ഹത്താ തൻഖതിഅത് തൗബ. ലാ തൻഖതിഉൽ ഹിജ്റ, ഹിജ്റ ഇല്ലാതാവുകയില്ല, മുറിഞ്ഞു പോവുകയില്ല. ഹത്താ തൻഖതിഅത് തൗബ, തൗബ മുറിയുന്നത് വരെ. മനസ്സിലായില്ലേ? വലാ തൻഖതിഉത് തൗബ, തൗബ ഇല്ലാതാവുകയില്ല, തൗബ മുറിയുകയില്ല. ഹത്താ തഖ്റുജ ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ മഗ്രിബിൽ നിന്ന് ഉദിക്കുന്നത് വരെ. മഗ്രിബ് എന്ന് പറഞ്ഞാൽ അവിടെ അസ്തമിക്കുക വേണ്ടേ, പക്ഷേ അവിടെ ഉദിക്കണ ഒരു ദിവസമുണ്ട്. അതെന്നാ? അതെ. അപ്പം അതുവരെ ആലോചിച്ച് നോക്കുക ആ വാചകം. ലാ തൻഖതിഉൽ ഹിജ്റ ഹത്താ തൻഖതിഅത് തൗബ. തൗബ എല്ലാ കാലത്തും ഉണ്ട്. ഏതുവരെ ഉണ്ട് തൗബ? ഖിയാമത്ത് വരെ എന്തുണ്ട്? തൗബയുണ്ട്.
മനസ്സിലായില്ലേ? സൂര്യൻ മഗ്രിബിൽ നിന്ന് ഉദിക്കുന്നത് വരെ അതാണ് വലാ തൻഖത്തിഉ തൗബ ഹത്താ തഖ്റുജു ശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ മഗ്രിബിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ തൗബ ഇല്ലാതാവില്ല. മനസ്സിലായില്ലേ? തൗബ ഇല്ലാതാകാത്തോടത്തോളം ഹിജ്റയും എന്ത് ചെയ്യൂല? ഇല്ലാതാവില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, മൊത്തത്തിൽ ഹിജ്റ ഇല്ല എന്നല്ല എന്തിൻ്റെ അർത്ഥം. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് എന്താണ്? മക്കയിൽ നിന്ന് ഹിജ്റയില്ല, ദാറുൽ ഇസ്ലാമിൽ നിന്ന് ഹിജ്റയില്ല എന്നാണ്. ഒരു കാര്യം കൂടി ഇത് മനസ്സിലാക്കിക്കോ. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലാ ഹിജ്റത ബഅദൽ ഫത്ഹി എന്നാണ്. എവിടുന്ന്? മക്കയിൽ നിന്ന്, അല്ലേ? എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്ത്? ദാറുൽ ഇസ്ലാമിൽ നിന്ന് എന്തില്ല? ഹിജ്റയില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മക്ക ഇനി ഒരിക്കലും കുഫറിലേക്ക് തിരിച്ചു പോവുക ഇല്ല. മക്ക ഇനി ദാറുൽ കുഫറാവൂല. മനസ്സിലായില്ലേ? മക്ക ഇനി ലോകം അവസാനിക്കുന്നത് വരെ എന്തായിരിക്കും? ദാറുൽ ഇസ്ലാം ആയിരിക്കും. അവിടെ കുഫർ വരില്ല. മാഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു സന്തോഷമാണത്, സന്തോഷ വാർത്തയാണത്. മക്കയിലേക്ക് ഇനി എന്തില്ല? കുഫർ വരികയില്ല എന്നർത്ഥം. നമുക്കറിയാം, മക്ക മുശ്രിക്കീങ്ങളുടെ അധീനതയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മക്കയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. ചരിത്രം നമുക്കറിയാലോ. നബി അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി മദീനയിലേക്ക് ഹിജ്റ പോയി. 8 വർഷം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചു വരുന്നു. ആ തിരിച്ചുവരവാണെന്ത്? ഫത്ഹു മക്ക എന്ന് പറയുന്ന മക്ക വിജയം. അന്ന് മുതൽ മക്ക എന്തായി? ഇനി ലോകം അവസാനിക്കുന്നത് വരെ അത് ബലദുൻ ഈമാനാണ്, ബലദുൻ ഇസ്ലാമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു തആല ലാ ഉഖ്സിമു ബിഹാദൽ അൽ ബലദ്, ഏതാ? മക്കയാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞത് എന്താണ്? മക്കയാണ്. അപ്പോൾ ഈ മക്ക ഇനി ഒരിക്കലും ഇൻഷാ അല്ലാഹ് എന്തിലേക്ക് മടങ്ങൂല? കുഫറിലേക്ക് മടങ്ങുകയില്ല. ശരി. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദുൻ വനിയ്യത്തുൻ. ഹിജ്റല്ല, പക്ഷേ 2 വേറുണ്ട്. എവിടെയായാലും, മക്കയിലായാലും. അതെന്താ? ജിഹാദുൻ, ജിഹാദ് ഉണ്ട്. രണ്ടാമത്തതോ വ നിയ്യത്തുൻ. ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മക്കക്കാർ മക്കയിൽ നിന്ന് ജിഹാദിന് വേണ്ടി പോകേണ്ടി വരും എന്നർത്ഥം. മക്കക്കാർ മക്കയിൽ നിന്ന് ജിഹാദിന് വേണ്ടി പോകേണ്ടി വരും. അതാണ് വലാക്കിൻ ജിഹാദും. പിന്നെയോ നിയ്യത്തുൻ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിശദീകരിച്ചല്ലോ എന്താ നിയ്യത്ത്. ആ നിയ്യത്ത് എന്ത് ചെയ്യൂല? അവസാനിക്കൂല. മനസ്സിലായില്ലേ? നിയ്യത്ത് തീരൂല. നിയ്യത്തുണ്ട് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും പണിയെടുക്കാനും ഒക്കെയുള്ള നിയ്യത്ത് മനുഷ്യന് ഉണ്ടാകും. ആ നിയ്യത്ത് അവസാനിക്കൂല. മക്കയിൽ നിന്ന് ഹിജ്റേ പോയിട്ടുള്ളൂ. എന്തു പോവില്ല? ജിഹാദ് പോവില്ല. ആ ജിഹാദിന് വേണ്ടിയുള്ള നല്ല നിയ്യത്തും പോവില്ല. മക്കയിലുള്ളവർ ജിഹാദിന് വേണ്ടി എന്ത് ചെയ്യണം? നിയ്യത്തുണ്ടാകണം. മക്കയിലുള്ളവർ പോലും ജിഹാദിന് വേണ്ടി എന്ത് വേണം? അഥവാ ഇസ്ലാമിക രാജ്യത്ത് ദാറുൽ ഇസ്ലാമിൽ ജീവിക്കുന്നവർ പോലും ജിഹാദിന് വേണ്ടി നിയ്യത്തുണ്ടാകണം. ജിഹാദിൻ്റെ നിയ്യത്ത് എന്താ? ജിഹാദിൻ്റെ നിയ്യത്ത് അൻ തകൂന കലിമത്തല്ലാഹി ഹിയൽ ഉല്യാ. അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്താനാണ് എന്ത്? ജിഹാദ്. അതാണ് ജിഹാദിൻ്റെ നിയ്യത്ത്. രാജ്യത്തെ സംരക്ഷിക്കാനല്ല, ദേശത്തെ സംരക്ഷിക്കാനല്ല, സ്വാതന്ത്ര്യം കിട്ടാനല്ല. ഇതൊന്നും ജിഹാദിൻ്റെ എന്തല്ല? നിയ്യത്തല്ല. ജിഹാദിൻ്റെ നിയ്യത്ത് എന്താ? ജിഹാദുൻ വ നിയ്യത്തുൻ. ജിഹാദുണ്ടായിരിക്കേണ്ട നിയ്യത്ത് എന്താ? അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാൻ. അതുകൊണ്ട് വഇദസ്തുൻഫിർതും വഇദസ്തുൻഫിർതും ഇസ്തൻഫറ നഫറ എന്ന് പറഞ്ഞാൽ ജിഹാദിന് വേണ്ടിയുള്ള കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടാൽ. ജിഹാദിന് വേണ്ടി ആരാ കൽപ്പന പുറപ്പെടുവിക്കേണ്ടത്? വലിയുൽ അമ്രാണ്. അതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ രീതി. വലിയുൽ അമ്ര അഥവാ ഭരണാധികാരിയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകാൻ വേണ്ടിയുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നത്.
അങ്ങനെ ഭരണാധികാരി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ആവശ്യപ്പെട്ടാൽ ഫൻഫിറു, എവിടുന്നായാലും നിങ്ങൾ പോകേണ്ടി വരും. മക്കത്തായാലും എന്ത് ചെയ്യേണ്ടി വരും? ഫൻഫിറു, നിങ്ങൾ പോകണം. ജിഹാദിന് വേണ്ടിയുള്ള കൽപ്പന ഉണ്ടായാൽ, ഭരണാധികാരിയുടെ കൽപ്പന ഇസ്ലാമികമായി ബൈഅത്ത് ചെയ്ത ഖലീഫയുടെ അല്ലെങ്കിൽ ഇസ്ലാമികമായി ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരണം നടത്തുന്ന രാജ്യത്തെ ഹാക്കിം അഥവാ ഭരണാധികാരി ജിഹാദിന് വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചാൽ പിന്നെ അതിൽ തടസ്സം നിൽക്കാൻ ആർക്കും പാടില്ല. നിർബന്ധമാണ് അവിടെ എന്ത്? ജിഹാദ് നിർബന്ധമാകുന്ന ഒന്നാമത്തെ രംഗമാണ് അത്. ഏത് ജിഹാദ്? സായുധ ജിഹാദ്. ജിഹാദിന് ഒരുപാട് ഘട്ടമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ വിഷയം ഇസ്തുൻഫിറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജിഹാദ് എന്താ? സായുധ ജിഹാദ്, ആയുധം ഉപയോഗിച്ചുള്ള ജിഹാദ്. ആ ജിഹാദിന് വേണ്ടി ജിഹാദ് നിർബന്ധമാകുന്ന ഒന്നാമത്തെ ഘട്ടം അതാണ്. സൂറത്ത് തൗബയിലെ 38-39 വചനങ്ങളിൽ അത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തുപറ്റി? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടൂ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടൂ എന്ന് പറയപ്പെട്ടാൽ ഇസ്സാഖൽതും ഇലൽ അർദ്, നിങ്ങൾ ഭൂമിക്കൊരു ഭാരമായി ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോവുകയാണോ? പിന്തിരിഞ്ഞു പോവുകയാണോ? യുദ്ധത്തിന് വരാതിരിക്കുകയാണോ? അറദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, പരലോകത്തേക്കാൾ ദുനിയാവിലെ ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടുവോ? ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആഖിറത്തുമായി ബന്ധപ്പെടുത്തിയാൽ, താരതമ്യപ്പെടുത്തിയാൽ ദുനിയാവിലെ ജീവിതം വളരെ തുച്ഛം മാത്രമാണ്. ദുനിയാവിലെ ജീവിതത്തിലെ വിഭവങ്ങൾ വളരെ തുച്ഛം മാത്രമാണ്. ഇനി അടുത്ത വാചകം കേട്ടോ, 39-ാമത്തെ വചനം സൂറത്ത് തൗബ. ഇല്ലാ തൻഫിറൂ, ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടില്ല എങ്കിൽ യുഅദ്ദിബുകും അദാബൻ അലീമാ, യുഅദ്ദിബുകും അദാബൻ, വേദനയുള്ള ശിക്ഷ കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളതിന് ശരിയാവില്ല എന്ന് കണ്ടാൽ നിങ്ങളെ ശിക്ഷിച്ച് നശിപ്പിച്ച് വേറൊരു സമൂഹത്തെ കൊണ്ടുവരും. ജിഹാദ് നിർബന്ധമാകുന്ന, സായുധ യുദ്ധം ഒരു മുസ്ലിമിന് നിർബന്ധമാകുന്ന ഒന്നാമത്തെ ഘട്ടം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ജിഹാദിന് എന്ത് വേണം? വലിയുൽ അംറിൻ്റെ കൽപ്പന ഉണ്ടാകണം. അപ്പോൾ ഒരു വലിയുൽ അംർ വേണം, ഖലീഫ വേണം, ഭരണാധികാരി വേണം, ബൈഅത്ത് ചെയ്യപ്പെട്ടവനാകണം, ആ മുസ്ലിം സമൂഹം അംഗീകരിച്ചവനാകണം. ആ ഖലീഫ ജിഹാദിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ ആവശ്യപ്പെട്ടാൽ ജിഹാദ് എന്താണ്? വാജിബാണ് അഥവാ നിർബന്ധമാണ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ രംഗമുണ്ട്, ജിഹാദ് നിർബന്ധമാകുന്ന രണ്ടാമത്തെ രംഗം. അതെപ്പോഴാ? ഷെയ്ഖ് ഹുസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇദാ ഹസറ ബൽദതൻ അൽ അദുവു, രാജ്യത്തെ ശത്രുക്കൾ വളഞ്ഞു. രാജ്യത്തെ ശത്രുക്കൾ എന്ത് ചെയ്തു? വളഞ്ഞു. വളഞ്ഞാലോ ആ രാജ്യത്തിൻ്റെ അകത്തുള്ള പൗരനായ ഞാൻ ഞാൻ അതിനൊന്നുമില്ല, ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലിരിക്കുക എന്ന് പറയാൻ പറ്റൂല. അവിടെ ജിഹാദ് ഫർളാണ്, വാജിബാണ്, ഫർളു ഐൻ എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിച്ചത്. ഫർളു ഐനും ഫർളു കിഫായും പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ അല്ലേ? ഫർളു ഐൻ, ഫർളു കിഫ. ഫർളു കിഫ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്താൽ മതി സമൂഹത്തിൽ, ഇതുപോലെ മയ്യിത്ത് നിസ്കാരം പോലെ. മനസ്സിലായി? ഫർളു ഐൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർണിതമാണ്, ഓരോരുത്തരും ചെയ്തിരിക്കണം. സലാത്തുൽ ജുമാ പോലെ. സലാത്തുൽ ജുമാ മുഖീമിങ്ങൾക്ക്, നാട്ടിലുള്ളവർക്ക് എന്താണ്? ഫർളു ഐനാണ്, എല്ലാവരും ചെയ്തിരിക്കണം. എന്നാലോ സലാത്തുൽ ജനാസയോ ഫർളു കിഫയാണ്. അതാണ് ഫർളു ഐൻ എന്ന് പറഞ്ഞാൽ. ഫർളു ഐൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ ജിഹാദ് ഫർളു ഐനാണ്, നിർബന്ധമാണ്, ഓരോരുത്തർക്കും നിർബന്ധമാണ്. എവിടെ? ശത്രു സമൂഹം നമ്മുടെ രാജ്യത്തെ വളഞ്ഞാൽ. അതാണ് രണ്ടാമത്തെ രംഗം എന്ന് വിളിച്ചാൽ. മൂന്നാമത്തേത്, അപ്പം ആ സന്ദർഭത്തിൽ ജിഹാദ് എന്താണ്? നിർബന്ധമാണ്.
മൂന്നാമത്തേത് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇദാ ഹദറസ്സഫു വൽതഖസ്സഫാനി സഫുൽ കുഫാരി വസഫുൽ മുസ്ലിമീൻ സാറൽ ജിഹാദു ഹീനഇദിൻ ഫർദു ഐൻ. രണ്ട് സൈന്യം വിന്യസിക്കപ്പെട്ടു. മുസ്ലിം സൈന്യം, കുഫാറുകളുടെ സൈന്യവും, രണ്ട് സൈന്യം നേർക്കുനേരെയുള്ള യുദ്ധമാണ്. അങ്ങനെ വിന്യസിക്കപ്പെട്ടാൽ, സഫായി യുദ്ധത്തിന് വേണ്ടി നിൽക്കപ്പെട്ടാൽ, അവിടെ യുദ്ധം പിന്നെ എന്തായി? നിർബന്ധമായി. പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഓടാൻ പാടില്ല. യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു. അവിടെയാണ് വിഷയം, മനസ്സിലാക്കണം. ജിഹാദിന് വേണ്ടി ഞാൻ പുറപ്പെട്ടു, എന്നിട്ട് അഭിമുഖമായി എൻ്റെ മറുപക്ഷത്തുള്ള കാഫർ സൈന്യവുമായി അഭിമുഖമായി യുദ്ധത്തിന് വേണ്ടി നിന്നു. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഓടാൻ പാടില്ല, തിരിഞ്ഞോടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ എണ്ണിയത്, ഈ 7 മഹാപാപങ്ങൾ എണ്ണിയല്ലോ, അതിലാണ് എന്തിനെ എണ്ണിയത്? അത്തവല്ലി യൗമസ്സഹ്ഫി, സബഉൽ മുബിഖാത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 7 മഹാപാപങ്ങൾ. അതിൽപ്പെട്ടതാണ് യുദ്ധ രണാങ്കണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ. അവിടെയും ജിഹാദ് എന്താണ്? ഫർളാണ്, നിർബന്ധമാണ്. മൂന്നാമത്തെ രംഗം. അപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഞാൻ സ്വയം തയ്യാറായി യുദ്ധരണാങ്കണത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് സൈന്യത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് വേണ്ടി അണിനിരന്നു. അവിടെ നിന്ന് തിരിഞ്ഞോടാൻ പാടില്ല. അവിടെ തിരിഞ്ഞോടാതെ യുദ്ധത്തിന് നിൽക്കുക എന്നത് നിർബന്ധമാണ്. തിരിഞ്ഞോടുക എന്നതോ മഹാപാപത്തിൽ പെട്ടതാണ്. ഇനി ഒരു രംഗമുണ്ട്, 4ാമത്തെ രംഗം, ജിഹാദ് നിർബന്ധമാകുന്ന 4ാമത്തെ രംഗം. അതേതാ? ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇദഹ്തീജ ഇലൽ ഇൻസാൻ ബിഅൻ യകൂന السلاح لا يعرفه إلا فرد من الأفراد وكان الناس يحتاجون إلى هذا الرجل لاستعمال هذا السلاح الجديد. ഉദാഹരണം, യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ യുദ്ധ ഉപകരണം കൊണ്ടുവരപ്പെട്ടു. ആ പുതിയ യുദ്ധ ഉപകരണം അറിയുന്നവർ, അത് ഉപയോഗിക്കാൻ അറിയുന്നവർ സമൂഹത്തിൽ കുറച്ചേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ കൂട്ടത്തിൽ കുറച്ചേ ഉള്ളൂ. ആ ആളുകൾക്ക് ആ സന്ദർഭത്തിൽ ജിഹാദ് എന്താണ്? നിർബന്ധമാണ്. മനസ്സിലായോ പറഞ്ഞ്? ഒരു യുദ്ധായുധം, യുദ്ധ ഉപകരണം, ആ യുദ്ധ ഉപകരണം ഉപയോഗിക്കാൻ, അതിൻ്റെ ടെക്നോളജി, പുതിയ സാധനമെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ ടെക്നോളജി അറിയുന്നവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ, ആ യുദ്ധത്തിൽ ആ ആയുധം ഉപയോഗിക്കപ്പെടുന്നു എങ്കിൽ ഈ ആളുകൾക്ക് യുദ്ധം എന്താണ്? ആ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത് നിർബന്ധമാണ്, ഫർളു ഐനാണ്. ഇങ്ങനെ 4 സ്ഥലത്ത് എന്തുണ്ട്? ജിഹാദ് നിർബന്ധമാകുന്നുണ്ട്. ഇതല്ലാത്ത എല്ലാ സ്ഥലത്തും സായുധ ജിഹാദ് ഇസ്ലാമിൽ ഫർളല്ല. സായുധ ജിഹാദ് ഇസ്ലാമിൽ, മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിഷയമായതുകൊണ്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. ജിഹാദിന് വേണ്ടിയുള്ള ആഹ്വാനവും ജിഹാദിന് വേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പെടലും, ഏതായത്തും ഏത് ഹദീസും ഏത് സംഭവവും അതിനു വേണ്ടി വളച്ചൊടിച്ച് തിരിച്ച് വളച്ച് ആക്കുന്ന ഘട്ടമാണ്. എന്നിട്ട് മുസ്ലിമീങ്ങളെ മുഴുവൻ എന്ത് ചെയ്യാണ്? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു രംഗമാണ്. അവിടെയാണ് നമ്മൾ ഈ ഹദീസ് പഠിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഈ ജിഹാദിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടത്, ഈ ജിഹാദ് നിർബന്ധമാകുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 രംഗങ്ങളിൽ മാത്രമാണ്. ഈ രംഗമാകട്ടെ ഏതാൾക്കും അംഗീകരിക്കാവുന്ന, ആർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിന് ഈ 4 രംഗങ്ങളിൽ ജിഹാദ് നിർബന്ധമാണ്. യുദ്ധം, സായുധ ജിഹാദ് നിർബന്ധമാണ് എന്ന് പറയുന്നതിൽ ആർക്കും എന്തുണ്ടാകേണ്ടതില്ല? പ്രയാസമോ വെറുപ്പോ ഉണ്ടാകേണ്ടതില്ല. ഇതല്ലാത്ത ഒരു ഘട്ടത്തിലും ജിഹാദ് എന്തല്ല? നിർബന്ധമല്ല. ഏത് ഘട്ടം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു നോക്കൂ. ഒരു സ്ഥലത്തും എന്തല്ല? ജിഹാദ് നിർബന്ധമല്ല എന്നർത്ഥം. സായുധ ജിഹാദിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഒരിക്കലും നമ്മൾ ആ ജിഹാദിനെ വെറുക്കാൻ പാടില്ല. ജിഹാദിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വെറുക്കാൻ
ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നാൽ അതിന് ഞാൻ തയ്യാറാണ് എന്ന് നമ്മുടെ നിയ്യത്തിലുണ്ടോ? അതാണ് ഇവിടുത്തെ വലാക്കിൻ ജിഹാദുൻ വ. നമ്മളെ മനസ്സിലെന്താ ഉള്ളത്? അങ്ങനെ ഒരു ജിഹാദിൻ്റെ അവസരം വന്നാൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഞാൻ ജീവിക്കുന്നു, ആ രാജ്യത്തുള്ള ഹാക്കിം ഭരണാധികാരി അവിടെ ഒരു ജിഹാദിന് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം വിമാനം കയറി ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുമെന്നാണോ നമ്മളെ മനസ്സിലുള്ളത്? അതാണ് ജിഹാദുൻ വനിയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയ്യത്ത് അള്ളാഹു അറിയും. മനസ്സിലായില്ലേ? നേരെ മറിച്ചോ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് ഉണ്ട്, മൻ മാത വലം യഗ്സു വലം യുഹദ്ദിസ് നഫ്സഹു മാത അലാ ശുഅബത്തിൻ മിനൻ നിഫാഖ്. ഒരാൾ മരിച്ചു, അയാൾ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, ചാൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? ജിഹാദിൽ പങ്കെടുക്കാൻ ചാൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പം ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ സായുധ ജിഹാദിന് ചാൻസ് ഉണ്ടായിട്ടില്ല. ഉണ്ടാവുക എന്നത് സാധ്യത വളരെ കുറവുമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരുപാട് കാരണം നമുക്കറിയാലോ. നമ്മൾ ഹിജ്റയുടെ ഇനം പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ആരാധനാ സ്വഭാവവും ദീനീ സ്വാതന്ത്ര്യവുമുള്ള ഒരു രാജ്യത്ത് നമുക്ക് ഹിജ്റ പോകൽ എന്തല്ല, നിർബന്ധമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഇവിടെയുള്ള ഭരണാധികാരികളോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളോടോ ഒരു സായുധ ജിഹാദിന് വേണ്ടിയുള്ള സാധ്യത തുലോം കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മനസ്സിലായില്ലേ? പക്ഷേ രണ്ടാമത്തെ റസൂൽ പറഞ്ഞ എന്താ? വലം യുഹദ്ദിസ് നഫ്സഹു. തൻ്റെ സ്വന്തം മനസ്സിനോട് ആ ജിഹാദിനെ കുറിച്ച് സംസാരിക്കാത്തവൻ. ഈ ജിഹാദ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പാടില്ല? വെറുപ്പ് പാടില്ല, അറപ്പ് പാടില്ല. അതൊരു യുദ്ധമാണ്, രക്തച്ചൊരിച്ചിലാണ്, അത് നമുക്കില്ല. നമ്മൾ സമാധാനമാണ്, നമ്മൾ യുദ്ധമല്ല. നമുക്ക് എവിടെ യുദ്ധമുള്ളൂ? നിർബന്ധമായി എവിടെയുള്ളൂ? നേരത്തെ പറഞ്ഞ 4 സ്ഥലത്തേ ഉള്ളൂ. എന്നാൽ ജിഹാദ് നമുക്ക് അരോചകമാകരുത്, വെറുപ്പാകരുത്, അറപ്പാകരുത്. അതാണ് എന്ത്? വലം യുഹദ്ദിസ് നഫ്സഹു. അങ്ങനെ ജിഹാദിനെ കുറിച്ച് തൻ്റെ സ്വന്തം നഫ്സിനോട് സംസാരിക്കുകയെങ്കിലും ചെയ്യാത്തവൻ മാത അലാ ശുഅബത്തിൻ മിനൻ നിഫാഖ്. അവൻ മരിച്ചത് നിഫാഖിൻ്റെ ഒരു ശാഖയിലൂടെയാണ്. നിഫാഖിൻ്റെ കാപ്പട്യത്തിൻ്റെ ഒരു ശാഖ അവനിൽ ഉണ്ടായിക്കൊണ്ടാണ് അവൻ മരിച്ചത്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ നിയ്യത്തിനെ മാറ്റണം. ഈ വിഷയത്തിൽ നമ്മൾ നിയ്യത്തിനെ മാറ്റണം. നിയ്യത്തിനെ മാറ്റിയറിഞ്ഞപ്പോൾ തന്നെ ഏതെങ്കിലും ഒരാൾ നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ ഹിന്ദുക്കളോടും യുദ്ധത്തിന് വേണ്ടി ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ ആവശ്യപ്പെടും. നമ്മൾ ഹിന്ദുക്കളെ മുഴുവൻ വെട്ടിക്കൊല്ലണം എന്നല്ല, അങ്ങനത്തെ ഒരു ജിഹാദേ ഇസ്ലാമിലില്ല. മനസ്സിലായില്ലേ? അതാണ് ജിഹാദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ജിഹാദുൻ വനിയ്യത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ജിഹാദ് ഇസ്ലാമിൻ്റെ ജിഹാദിന് ഒറ്റ ലക്ഷ്യമുള്ളൂ. ദേശീയത ഇസ്ലാമികമായ ജിഹാദിൻ്റെ ലക്ഷ്യമല്ല. മനസ്സിലായില്ലേ? ഫലസ്തീൻ ഏറ്റവും വലിയ പ്രശ്നം എന്നതാണല്ലോ. ഫലസ്തീൻ ഒരു അറബ് ദേശം കിട്ടാൻ വേണ്ടിയുള്ള സമരമാണെങ്കിൽ ആ സമരം ഇസ്ലാമിക ജിഹാദല്ല. മനസ്സിലായോ? കാരണം ദേശീയത ഇസ്ലാമിനില്ല. ഖൗമിയത്ത്, ഒരു മണ്ണിൻ്റെ മക്കൾവാദം, ദേശത്തിൻ്റെ മക്കൾവാദം ഇസ്ലാമിലില്ല. അറബ് ദേശീയതയ്ക്ക് വേണ്ടി, ഒരു അറബ് രാജ്യമുണ്ടാകാൻ വേണ്ടി ഫലസ്തീനിൽ ജിഹാദ് നടക്കണമെങ്കിൽ അതെന്തല്ല? ഇസ്ലാമികമായ നിർബന്ധമാക്കപ്പെട്ട ജിഹാദല്ല. ശരിയാ, മർദ്ദിക്കപ്പെടുന്ന സമൂഹം അവന് ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിമാകട്ടെ ഹിന്ദുവാകട്ടെ ആരായാലും അവനെ സഹായിക്കണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ആ സഹായവും ജിഹാദും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ രണ്ടും നിങ്ങൾ എന്താക്കണ്ട, കൂട്ടിക്കെട്ടണ്ട. ആ സമൂഹത്തോട് നമുക്ക് സിമ്പതി തോന്നണം, ദയ തോന്നണം, ഒക്കെ വേണം. പക്ഷെ രണ്ടും കൂട്ടിക്കെട്ടരുത്. ഫലസ്തീൻ യുദ്ധത്തിൻ്റെ വിഷയത്തിലുള്ള അടിസ്ഥാന ലക്ഷ്യം ദേശീയതയാണോ അറബ് ദേശീയതയാണോ? അതെന്തല്ല, ജിഹാദല്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ ജിഹാദ്, ഈ പറഞ്ഞ ജിഹാദിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതെന്താ? ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ. രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരാൾ യുദ്ധം ചെയ്തു, അത് ജിഹാദല്ല, ഇസ്ലാമികമായ ജിഹാദല്ല. അത് രാജ്യത്തെ പ്രതിരോധിക്കാൻ. ആ പ്രതിരോധത്തിൻ്റെ ലക്ഷ്യമെന്താ?
ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അല്ലാഹുവിൻ്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടിയാണെങ്കിൽ അതെന്താണ്? ജിഹാദാണ്. അതല്ലാതെ എന്തല്ല. ഒരു തരം വർഗീയ ഭ്രാന്തിൻ്റെ പേരിൽ കുറേ കാഫിറുകളെ ഒരാൾ കൊന്നു, എന്താ കിട്ടുക? കൂലി കിട്ടുമോ? കിട്ടൂല. കുറേ മുശ്രിക്കുകളെ ഒരാൾ കൊന്നു, കൂലി കിട്ടുമോ? ജിഹാദിൻ്റെ കൂലി കിട്ടൂല. ജിഹാദിൻ്റെ കൂലി കിട്ടണമെങ്കിൽ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ എന്നതായിരിക്കണം. അപ്പോൾ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? ജിഹാദിൻ്റെ കൂലി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, സുഇല അനിർ റജുൽ യുഖാതിലു ഹമിയതൻ വയുഖാതിലു ഷജാഅതൻ വയുഖാതിലു ലിയുരിയ മക്കാനഹു അയ്യു ദാലിക ഫീ സബീലില്ലാഹ്. ഒരു ചോദ്യമാണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത്. റസൂലേ, ഒരാൾ ധൈര്യവാനാണെന്ന് പറയാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഒരാൾ ധീരനാണ് എന്നറിയപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഒരാൾ തൻ്റെ സ്ഥാനം, അള്ളാഹിൻ്റെ മാർഗത്തിലാണ് യുദ്ധം, പക്ഷെ അയാളുടെ ലക്ഷ്യം എന്താണ്? ഞാനാരാന്ന് കാണിച്ചു കൊടുക്കാം, ഇവരൊക്കെ കാണട്ടെ ഞാനാരാ, അതിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു. ചോദ്യം വേറെ ഒരാൾ ഹമിയത്തിൻ്റെ പേരിൽ എന്നുവെച്ചാൽ വലിയ, ഞാനൊരു വലിയ ധൈര്യവാനാണ്, വലിയ ആളാണ് എന്നറിയാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. ആരാണ് ഇതിൽ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു. എന്താ റസൂലുള്ളാഹിൻ്റെ മറുപടി? മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർത്താൻ ആര് യുദ്ധം ചെയ്യുന്നുവോ അവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവൻ. ശ്രദ്ധിച്ചോ, ഇസ്ലാമികമായ ഏത് പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം എന്താകണം? നമ്മൾ മനസ്സിലാക്കണം. സായുധ ജിഹാദ് മാത്രമല്ല, ഏത് പ്രവർത്തനം, ഒരു ഇസ്ലാമിക പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. നമ്മുടെ നിയ്യത്ത് അല്ലാഹ് കാണും. നമ്മുടെ മനസ്സിൽ എന്ത് മറച്ചു വെച്ചാലും അതിനാണല്ലോ അള്ളാഹു നിയ്യത്തുണ്ടാക്കി, കാണും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിയ്യത്തിനെ ശരിയാക്കണം. അങ്ങനെയായിരിക്കണം നമ്മുടെ രീതി. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുക്ലമു അഹദുൻ ഫീ സബീലില്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ യുക്ലമു അഹദുൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾക്ക് മുറിവേൽക്കുന്നു, എന്നിട്ട് ഇല്ലാ ജാഅ യൗമൽ ഖിയാമ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾക്ക് മുറിവേറ്റാൽ ഖിയാമത്ത് നാളിൽ അവൻ വരിക, വജുർഹുഹു യസ്അബു അല്ലൗനു ലൗനുദ്ദം വരീഹു റീഹുൽ മിസ്ക്. ആ മുറിവിൽ നിന്ന് ചോരങ്ങനെ ഒലിച്ചുകൊണ്ടാണ് അവൻ എന്താക്കുക? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എപ്പോൾ? എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നാം പണിയെടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് പ്രശ്നം നഷ്ടമുണ്ടായാലും അള്ളാഹുവിൻ്റെ അടുത്ത് നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക വലിയ മനുഷ്യനായിട്ടായിരിക്കും. റസൂലുള്ളാഹി പറയാം, ചോര ഒലിച്ചുകൊണ്ട് അല്ലൗനു ലൗനുദ്ദം, അതിൽ നിന്നിങ്ങനെ ഒരു സാധനം ഒലിക്കുണ്ടാകും അവൻ്റെ മുറിവിൽ നിന്ന്, അതിന് രക്തത്തിൻ്റെ കളറുണ്ടാകും, പക്ഷേ വരീഹു റീഹുൽ മിസ്ക്, രക്തത്തിൻ്റെ വാസന ഉണ്ടാവില്ല. പിന്നെ എന്ത് വാസന ഉണ്ടാകുക? മിസ്കിൻ്റെ, കസ്തൂരിയുടെ വാസന ഉണ്ടാവും. പക്ഷെ എന്താ നിബന്ധന? ഫീ സബീലില്ലാഹ്. മനസ്സിലായില്ലേ? ഫീ സബീൽ പറഞ്ഞാൽ പോരാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നമ്മൾ പറഞ്ഞാൽ പോരാ. നമ്മുടെ നിയ്യത്ത് അങ്ങനെ ആയിരിക്കണം. വർത്താനല്ല, നാവല്ല, നമ്മുടെ നിയ്യത്ത് അങ്ങനെ ആയിരിക്കണം. ആ നിയ്യത്ത് എപ്പോഴും എന്തായിരിക്കണം? അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്തുക എന്നതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. നമ്മൾ ശരിക്ക് മനസ്സിലാക്കുക. അതാണ് മൂന്നാമത്തെ ഹദീസിൻ്റെ വിഷയം. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം ഹിജ്റയില്ല. വലാക്കിൻ, പിന്നെന്താ ഉള്ളത്? ജിഹാദുൻ വനിയ്യത്തുൻ. അതുണ്ട്, തീരൂല എന്നർത്ഥം, ബാക്കിയാവില്ല. വഇദസ്തുൻഫിർതും ഫൻഫിറു, യുദ്ധത്തിന് വേണ്ടി നിങ്ങളോട് ഇറങ്ങിപ്പുറപ്പെടാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. ഇവിടെ നമ്മുടെ വിഷയം, നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം എന്താ? ജിഹാദുൻ വ നിയ്യത്തുൻ.
നിയ്യത്തുൻ. നമ്മളെ മനസ്സിൽ എപ്പോഴും ആ ഹദീസ് വേണം. റസൂലുള്ള പറഞ്ഞ ഹദീസ്, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റു, മനസ്സിലായില്ലേ, അങ്ങനെ അയാൾ മരിച്ചു, എന്നാൽ അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു യൗമുൽ ഖിയാമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ആ മുറിവുമായിട്ടായിരിക്കും. ആ മുറിവിൽ നിന്നിങ്ങനെ ചോരോലിക്കും. പക്ഷേ അതിന് റീഹുൽ മിസ്ക്. അത് എല്ലാ കാര്യത്തിലും നമ്മൾ കാണും. നമ്മുടെ അമലുകളിലെല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ലക്ഷ്യം കലിമത്തുല്ലാഹി ഹിയൽ, അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്തിപ്പിടിക്കാനാകണം. എന്തെങ്കിലും ആരുടെയെങ്കിലും പ്രേരണ മൂലമാകരുത്, ആരെങ്കിലും ഇഷ്ടപ്പെടുത്താനാകരുത്, ഏതെങ്കിലും രൂപത്തിലുള്ള ഗ്രൂപ്പുകളുടെയോ സംഘങ്ങളുടെയോ സംഘടനകളുടെയോ ആവശ്യത്തിനാകരുത്. നമ്മൾ ശരിക്കത് മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആവശ്യം, നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? ഫീ സബീലില്ലാ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ. അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. രണ്ട് ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞത്, 3 ക്ലാസ്സുകൾ അല്ലേ? ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ 3 ഹദീസുകൾ നമ്മൾ പഠിച്ചു. ചുരുങ്ങിയത് ഒരു 2 ഹദീസുകളെങ്കിലും നമുക്ക് ഓരോ ക്ലാസ്സിലും തീർക്കണം, എന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തീരുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ പോകണം. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡിലൊക്കെ എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് ഹദീസ്, അതിൻ്റെ വാക്കുകളുടെയും ഘടനയുടെയും ഒക്കെ രീതി. ഒരു 20-25 ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് എളുപ്പമായിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും നിയ്യത്തിനെ നന്നാക്കണം. നമ്മൾ ആ വിഷയമാണല്ലോ പഠിക്കണത്. ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശത്തെ നമ്മളിങ്ങനെ തജ്ദീദ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും എപ്പോഴെങ്കിലും നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് പോകുന്നുണ്ടോ, നമ്മുടെ ഉദ്ദേശം മാറിപ്പോണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പേടിക്കണം, ഭയപ്പെടണം. ആ നിയ്യത്ത് ശരിയായാലേ നമ്മുടെ ഈ അമലെന്താവുള്ളൂ, ശരിയാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുള്ളത് അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കുന്ന മജ്ലിസിലാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളിവിടെ ഇരിക്കുന്നതും നമ്മൾ ഈ രൂപത്തിൽ ഇത് കേൾക്കുന്നതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇസ്ലാമിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ ഉഖ്വത്തുള്ളത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടുമാണ്. ആ സ്നേഹം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ സ്നേഹമുള്ള മനസ്സും ഉയർന്ന നിയ്യത്തും, ഞാൻ നിയ്യത്ത് വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ചാൽ ആ നിയ്യത്ത് ശരിയായാലേ നമ്മുടെ എല്ലാം ശരിയാവും. ആ ഉയർന്ന നിയ്യത്തും നമുക്ക് ഈ സദസ്സിലിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മഹാഭാഗ്യവാന്മാരായിരിക്കും. അള്ളാഹു കൊടുത്ത് നമ്മൾ ഉൾപ്പെടുത്തുമാറാട്ടെ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഇത്തരം സദസ്സുകളിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. കാരണം ഇതൊരു വല്ലാത്ത സദസ്സാണ്. നമ്മുടെ നിയ്യത്ത്, ഈ ഇവിടെ ഇരിക്കുന്ന 100 ആളുകളുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു തആല നമുക്ക് തന്ന ഈ സൗകര്യം വളരെ വലുതാണ്. നല്ല സൗകര്യമുള്ള ഓഡിറ്റോറിയം, എയർ കണ്ടീഷൻ ചെയ്ത റൂം. നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ അറബ് രാജ്യത്തോ ഒന്നും അല്ലല്ലോ, നമ്മുടെ കോഴിക്കോടാണ്. നല്ല സൗകര്യം. ഈ സൗകര്യമൊക്കെ ഒരുക്കി തന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്, മനുഷ്യരുണ്ട്. അള്ളാഹു അവർക്ക് ഒരുപാട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെപ്പോഴും, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ ദുആ ഉള്ള മനസ്സോടുകൂടിയായിരിക്കണം ഇവിടെ ഇരിക്കുക. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലത് വേണം. ഇവിടെ ഇരിക്കുമ്പോഴും ഈ സദസ്സിലിരിക്കുമ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും ഇനി ക്ലാസ് എടുക്കാത്ത സമയത്ത് അതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ വലുപ്പം. ആ വലുപ്പം കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും, ബഹുമാനിക്കും, ആദരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ഈ രൂപത്തിൽ റസൂലിൻ്റെ ആ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കാനും ഹദീസുകൾ കൂടുതൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അർഹമുർ-റാഹിമീനായ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. അള്ളാഹുവെ, നിൻ്റെ റസൂലിനെ സ്നേഹിക്കുവാനും നിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ കൂടുതൽ സ്നേഹിക്കുവാനും ആ സുന്നത്തനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഒക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ-റാഹിമീനായ നാഥ, ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവെ നിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്.
ഞങ്ങളുടെ നീയത്തിൽ വല്ല തകരാറുമുണ്ടെങ്കിൽ ആ നീയത്തിലുള്ള ഞങ്ങളുടെ തകരാറിനെ നീ ഞങ്ങൾക്ക് ശരിയാക്കി തരണമേ. ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഇഖ്ലാസോടുകൂടി ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം തവസ്സുലാക്കി റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണം. ഞങ്ങളെ നീ പരസ്പരം സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാക്കണം. നല്ല മുഅ്മിനുകളാക്കണം. ഈമാനോടുകൂടി തൗഹീദോടുകൂടി ജീവിച്ച് ആ രൂപത്തിൽ നിന്നെ കണ്ടുമുട്ടി നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് ചേരുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്. ആ നല്ല ഉദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.